സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ വൺ പീസ് ചാപ്റ്റർ 1158 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആ സ്പോയിലേഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ഷാക്കി നമ്മുടെ ഹാച്ചിനോസിലൊരു ബാർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹെറൾഡിന് നമ്മുടെ 5 എൽഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു കത്ത് വരുന്നുണ്ട്. നമ്മുടെ റോക്സിനെ കൊന്നാൽ നമ്മുടെ ഹെൽബാഫിനെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയായിരുന്നു നമ്മുടെ ചാപ്റ്റർ 1157 അവസാനിച്ചിരുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 1158 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്പോയിലേഴ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ അത്രമാത്രം മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വീഡിയോ കാണാം. അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോന് ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 10 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോന് വെക്കാൻ പോകുന്ന ടാർഗറ്റ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാനധികം പറഞ്ഞു വരപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്നത് റോക്സ് വേഴ്സസ് ഹെറൾഡ് എന്നാണ്. പിന്നെ കവർ സ്റ്റോറിയിലാണെങ്കിൽ വി ഫൈനലി ലേൺ ഹൂസ് ഗ്രേവ് ബിലോങ്സ് ടു ദ ഹീറോ ഹൂ ഫോട്ട് ഗൈഡോ ആൻഡ് വെൻറ്റ് മിസ്സിങ്. ഇറ്റ്സ് കൊസോക്കി മോറിയ. അപ്പം നമ്മുടെ കഴിഞ്ഞ കവർ സ്റ്റോറി കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാരക്ടർ, ഒരു ഗൈഡോണ്ടിറ്റി ഫൈറ്റ് ചെയ്ത് മരിച്ചെന്ന് പറഞ്ഞ ആ ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മുടെ ഗെക്കോ മോറിയാക്കിൻ്റെ ആരോ ആണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ പേരിൻ്റെ അവസാനത്തും മോറിയ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓടിനും മോറിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നമ്മുടെ ഓടെ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്തായാലും നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അറിയാം. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ 40 years ago റോജർ ഗോസ് ടു ദ പൈററ്റ് ഐലൻഡ് ആൻഡ് മീറ്റ് റോക്സ് ആൻഡ് ഹി സെയ്ഡ് ദേ ഷുഡിൻ ഫൈറ്റ് ഇൻ ഷാക്കീസ് ബാർ. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലാണ് 40 വർഷം മുമ്പിട്ടുള്ളത്. നമ്മുടെ റോജർ പൈററ്റ് ഐലൻഡിലേക്ക് പോവുകയാണ്, നമ്മുടെ ഷാക്കിയുടെ ബാറിലേക്ക്. അപ്പം നമ്മുടെ റോക്സിനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ, നമ്മുടെ റോജറും നമ്മുടെ റോക്സും നമ്മുടെ ഗോഡ് വാലിക്ക് മുമ്പേ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന്. ഇതിന് മുമ്പ് ഒരുപാട് തവണ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേങ്കിൽ നമ്മുടെ റോജർ അവിടെ വെച്ച് റോക്സിനോട് പറയും, നമ്മളിവിടെ വെച്ച് ഫൈറ്റ് ചെയ്യില്ല, ഇത് നമ്മുടെ ഷാക്കിയുടെ ബാറാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അവിടെ നിന്നൊരു ഫൈറ്റ് നടക്കുന്നില്ല. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത്, റോക്സ് ഫാൾ ഇൻ ലവ് വിത്ത് എ വുമൺ ആൻഡ് സ്റ്റോപ്സ് ലവിങ് ഷാക്കി. He and this woman have a newborn baby who turns out to be Teach. ഇനി ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റോക്സിനായിക്കോട്ടെ പിന്നെ വേറൊരു വുമണിനോട് ഇഷ്ടമാകുകയാണ്. അപ്പോൾ അവർക്ക് ഇടയിലൊരു കുഞ്ഞിനുണ്ടാകുന്നത്. ആ കുഞ്ഞൻ മറ്റാരുമല്ല, നമ്മുടെ ബ്ലാക്ക് ബിയർഡാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ അമ്മേനെ കാണാൻ കഴിയും. ഒരു പക്ഷേ അത് ഇൻഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം. നമുക്ക് എന്തായാലും വില്ലേജ് സംഭവം മനസ്സിലാവും. പിന്നെ അടുത്തതായിട്ട് ഹെറൾഡ് അക്സെപ്റ്റ് ദ ഗൊറോസിസ് ഓഫർ ആൻഡ് വെന്റ് ടു ഫൈറ്റ് റോക്സ്. എ ക്ലാഷ് ഹാപ്പൻ ബിറ്റ്വീൻ ദം. Their haki collides and the end both are knocked out. Their friendship comes to an end. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഹെറൾഡിന് കിട്ടിയിട്ടുള്ള ഈ ഓഫർ നമ്മുടെ ഹെറൾഡ് അക്സെപ്റ്റ് ചെയ്തെന്നാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഹെറൾഡ് നമ്മുടെ റോക്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി. അവർക്കിടയിൽ ഒരു ഫൈറ്റ് നടക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും വെപ്പൺ യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഹാക്കി ക്ലാഷ് നടന്ന് എന്നിട്ട് അതിൻ്റെ അവസാനം നമ്മുടെ രണ്ടുപേരും നോക്കായി വീയാണ് ചെയ്തത്. അതിനർത്ഥം നമ്മുടെ റോക്സിനെ നമ്മുടെ ഹെറൾഡിന് കൊല്ലാൻ പറ്റിയില്ല. ഏകദേശം നമ്മുടെ ഹെറൾഡിൻ്റെ സ്ട്രെങ്ത് നമ്മുടെ റോക്സിൻ്റെ അത്ര തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു ഓൾ ഔട്ട് ഫൈറ്റ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. 39 years ago ഗാർലിൻ ഡിസ്കവേർഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഇൻ ഗോഡ് വാലി, സംതിങ് ഹി ഷുവർ ഇമു വിൽ ലൈക്ക്. ദർ വി സി എ റെഡ് ഹെഡ് വുമൺ വിത്ത് 2 children, ഷാങ്സ് ആൻഡ് ഷംറോക്ക്. ത്രൂ ഹെർ ഫേസ് ഈസ് നോട്ട് റിവെയിൽഡ്. പിന്നെ ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഒരു 39 വർഷം മുമ്പിട്ടുള്ള ഫ്ലാഷ് ബാക്കാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ഗാർലിങ്ങിന് നമ്മുടെ ഗോഡ് വാലി നടക്കുന്ന സമയത്ത് എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം അവിടെ വെച്ച് നമ്മുടെ ഗാർലിങ് കാണും. ഗാർലിങ് അവിടെ എന്താണോ കണ്ടത് അത് നമ്മുടെ ഇമൂസ് നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുമല്ലാതെ ഇവിടെ നമ്മുടെ ഷാങ്സിൻ്റെയും ഷംറോക്കിൻ്റെയും അമ്മേനെയും കാണിക്കുന്നുണ്ട്. ഒരു റെഡ് ഹെഡ് വുമൺ എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഫേസ് റിവീൽഡ് അല്ല. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷാങ്സിൻ്റെ അമ്മയുടെ ഒരു ശിലോത്തെങ്കിലും കാണാൻ കഴിഞ്ഞേക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഷംറോക്ക് അവിടെ കണ്ടിട്ടുണ്ടാവുക, അങ്ങനെയുള്ളൊരു വലിയൊരു ചോദ്യം കൂടെ നമുക്ക് സ്പോയിലറിലുണ്ട്. അതെന്തായാലും അറിയണമെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച വരെ കാത്തിരുന്നേ പറ്റൂ. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച അത് റിവീൽ ആവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പോയിലേഴ്സ് ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ഇനിയിപ്പം കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ചാപ്റ്റർ ഇറങ്ങിയാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.